ഹായ് ഡിയേഴ്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കീമിൻ്റെ തേർഡ് അലോട്ട്മെൻറ്റ് വന്നിരിക്കുകയാണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ 2 വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഒന്ന് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പിന്നെ കുറച്ച് മുമ്പായിട്ടൊരു ഫൈൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പിഴ ഈടാക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിട്ട് 2 വീഡിയോ ഇട്ടിരുന്നു. കാണാത്തവരെല്ലാം കാണണം കേട്ടോ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. ഈ വീഡിയോ കുറച്ച് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്, കാരണം കുറേ ഇമ്പോർട്ടൻ്റ് ആയ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് വിശദമായി. പക്ഷെ നിങ്ങളിത് ഫുൾ കാണണം, എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താ പറയുന്നത് വെച്ചാൽ, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക്. അപ്പോൾ ഇത് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതായത് ഗവൺമെൻറ്റോ ഗവൺമെൻറ് എയ്ഡഡോ കോളേജുകളുടെ കാര്യം മാത്രമാണ്. ഇത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ കാര്യമല്ല. ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ്റും ഗവൺമെൻറ് എയ്ഡഡുമായ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ ലിസ്റ്റ് അനുബന്ധം 1, അത് 1 മുതൽ 12 വരെ നൽകിയിട്ടുണ്ട്. അത് ഇതിൻ്റെ അവസാനമുണ്ട്. പ്രസ്തുത സ്ഥാപനങ്ങളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ മാർഗനിർദ്ദേശങ്ങൾ ബാധകമായിട്ടുള്ളൂ. കീം വഴി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് പ്രവേശനം നൽകേണ്ട സ്ഥാപനം വെബ്സൈറ്റിലൂടെയോ ഇമെയിലിലൂടെയോ നൽകുന്ന നിർദ്ദേശങ്ങൾക്ക് മുൻഗണന നൽകേണ്ടതാണ്. ഇതുകൂടാതെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കായുള്ള പൊതുവായ നിർദ്ദേശങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. 1, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പ്രവേശനം നേടുന്നതിന്. അപ്പോൾ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ പുറപ്പെടുവിച്ച അലോട്ട്മെൻറ്റ് പ്രകാരം ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന ഒരു രീതിയിൽ പ്രവേശനം നേടാവുന്നതാണ്. 2 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. 1, അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് ഹാജരായി നേടുന്ന സാധാരണ രീതിയിലുള്ള പ്രവേശനം, നേരിട്ട് പോയിട്ടുള്ള അഡ്മിഷൻ. അടുത്തത് വെർച്വൽ അഡ്മിഷൻ. മുമ്പൊക്കെ അലോട്ട്മെൻറ്റിൽ പറഞ്ഞ പോലെ. അപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായി ഈ സ്റ്റേജിൽ വെർച്വൽ അഡ്മിഷൻ പറ്റുമെന്ന്. പക്ഷേ അപ്പോൾ ഈ സ്റ്റേജിലും പോസിബിളാണ് കേട്ടോ. ഇനി സാധാരണ രീതിയിലുള്ള പ്രവേശനത്തിൻ്റെ കാര്യം നോക്കാം. ഈ രീതിയിൽ പ്രവേശനം ലഭിക്കാനായി വിദ്യാർത്ഥി രക്ഷാകർത്താവിനൊപ്പം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ കീം 2020 പ്രോസ്പെക്ടസ് അഡ്മിഷൻ സമയത്ത് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ സഹിതം യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഹാജരാകേണ്ടതാണ്. ഏതു ദിവസമാണ് ഹാജരാകേണ്ടതെന്ന് അതാത് കോളേജിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കും. അതൊക്കെ കഴിഞ്ഞ അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളവർക്ക് അത് ഏകദേശം ഐഡിയ ഉണ്ടാവും. വിദ്യാർത്ഥിയുടെ തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനൽ, ആധാർ, വോട്ടർ ID തുടങ്ങിയ ഏതെങ്കിലും അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജ് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിച്ചതായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തരുകയും ചെയ്യും. അതാണ് നേരിട്ടുള്ള അഡ്മിഷൻ്റെ കാര്യം. ഇനി അടുത്ത് നമുക്ക് വെർച്വൽ അഡ്മിഷൻ്റെ കാര്യം നോക്കാം. വിദ്യാർത്ഥിക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്ഥാപനം നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലോ മതിയായ കാരണങ്ങളാൽ, അതായത് ദൂരയാത്രയോ വിദ്യാർത്ഥി കുടുംബങ്ങൾ ക്വാറന്റൈനിലോ വിദ്യാർത്ഥിയുടെ വീട് കണ്ടെയ്ൻമെൻറ്റ് സോണിലോ തുടങ്ങിയ സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകാൻ വിദ്യാർത്ഥിക്കോ പകരം നിയോഗിക്കുന്ന വ്യക്തിക്കോ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിലോ വെർച്വൽ അഡ്മിഷൻ വഴി പ്രവേശനം നേടാവുന്നതാണ്. ഈ രീതിയിലുള്ള അഡ്മിഷനിൽ വിദ്യാർത്ഥി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരാകേണ്ടതില്ല. പകരം കീം 2020 പ്രോസ്പെക്ടസിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻ ചെയ്ത കോപ്പി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമം വഴി അയക്കുകയും വിദ്യാർത്ഥിക്ക് സൗകര്യപ്രദമായ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള ഒരു റിപ്പോർട്ടിംഗ് സെൻറ്റർ, നമ്മൾ കുറച്ച് റിപ്പോർട്ടിംഗ് സെൻറ്ററിൻ്റെ കാര്യമൊക്കെ മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിരുന്നു, അതേ സെൻറ്റേഴ്സ് തന്നെയാണ് കേട്ടോ എല്ലാ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജുകളും പിന്നെ കുറച്ച് പോളിടെക്നിക്സുകളും. ഇനി റിപ്പോർട്ടിംഗ് സെൻറ്റർ അനുബന്ധത്തിൽ നൽകിയിട്ടുണ്ട്. ഹാജരായിട്ട് കീം വഴി ലഭിച്ച പ്രവേശനങ്ങൾക്ക് അനുസൃതമായി പറഞ്ഞിരിക്കുന്ന രേഖകൾ അവിടെ സമർപ്പിക്കണം. അവിടെ നിന്ന് രസീത് ലഭിക്കുന്നതായിരിക്കും. പ്രവേശനം ലഭിക്കേണ്ട സ്ഥാപനം വെർച്വൽ അഡ്മിഷനായുള്ള അപേക്ഷയും ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ച രേഖകളും പരിശോധിച്ച ശേഷം അർഹതയുള്ള വിദ്യാർത്ഥിക്ക് താൽക്കാലികമായി പ്രവേശനമാണ് നൽകിയ കേസിൽ ആ വിവരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ തന്നെ വിദ്യാർത്ഥിയെ കോളേജുകാരെ അറിയിക്കുകയും ചെയ്യും. വെർച്വൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അറിയിപ്പ് ലഭിക്കുന്നതനുസരിച്ച് ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ച രേഖയുടെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകൾ ആ സ്ഥാപനത്തിൽ ഹാജരാക്കേണ്ടതും എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ ഓഫീസിൽ നൽകിയിരിക്കുന്ന ഫീസ് ഒഴികെ ബാക്കിയുള്ള ഫീസുകൾ സ്ഥാപനത്തിൽ നൽകുകയും ചെയ്യുമ്പോൾ മാത്രമേ പ്രവേശനം സ്ഥിരീകരിച്ച് നൽകുകയുള്ളൂ. ഇത് സംബന്ധമായ ഒരു അണ്ടർടേക്കിംഗ് റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നൽകുകയും ചെയ്യണം. ഇതൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം രേഖകൾ നൽകിയ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള ഒരു റിപ്പോർട്ടിംഗ് സെൻറ്റർ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥിക്ക് മാറാൻ സാധിക്കില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു വെർച്വൽ അഡ്മിഷൻ സെൻറ്ററിൽ പോയി, പക്ഷേ ഇപ്പോൾ വേറൊരു ഇതിൽ പോകാൻ പറ്റില്ല.
ഫസ്റ്റ് ഇതിൽ പോയെടുത്ത് തന്നെ പോകണം. എന്നാൽ തുടർന്ന് വരുന്ന അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കേണ്ട സ്ഥാപനത്തിൽ നേരിട്ട് ഹാജരാകുന്നതിന് ഇത് ബാധകമല്ല. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരിട്ട് ഫസ്റ്റ് വെർച്വൽ എടുത്ത് ഇപ്രാവശ്യം നേരിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് പ്രശ്നമില്ല. ഒരു അലോട്ട്മെൻറ്റിലും എൻട്രൻസ് പരീക്ഷാ കമ്മീഷണർ പ്രവേശനത്തിനായി നിർദ്ദേശിച്ചിരിക്കുന്ന ആദ്യ തീയതി മുതൽ അവസാന തീയതിയുടെ തലേദിവസം വൈകുന്നേരം 4 മണിക്ക് മുമ്പായി റിപ്പോർട്ടിംഗ് സെൻറ്ററുകളിൽ വെർച്വൽ അഡ്മിഷനായുള്ള അപേക്ഷയും മറ്റു രേഖകളും ഹാജരാക്കണം. അപ്പോൾ ഇത് 13-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുകയാണെങ്കിൽ, അപ്പോൾ 12-ാം തീയതി ആണ് വെർച്വൽ അഡ്മിഷൻ ഇതിൽ കൊടുക്കേണ്ടത്. 13-ാം തീയതി 4 മണി വരെ വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. 12-ാം തീയതി 4 മണിക്ക് മുമ്പായിട്ട് കൊടുക്കണം. റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നൽകുന്ന യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യമായ അറ്റസ്റ്റഡ് കോപ്പികൾ മറ്റാവശ്യങ്ങൾക്കായി വിദ്യാർത്ഥികൾ കരുതി വെക്കേണ്ടതുമാണ്. ഇനി അടുത്തത് നോക്കാം. സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആദ്യമായിട്ടാണ് ഈ തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രവേശനം കിട്ടാമെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഈ പറയുന്നത്. ഇതുവരെയും ഒരു കോളേജിലും പ്രവേശനം നേടിയിട്ടില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അനുബന്ധം ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പോലെ നേരിട്ടോ അല്ലെങ്കിൽ അനുബന്ധമല്ല, മുമ്പ് പറഞ്ഞിരിക്കുന്ന പോലെ നേരിട്ടോ അല്ലെങ്കിൽ വെർച്വൽ അഡ്മിഷൻ വഴിയോ അഡ്മിഷൻ നേടാം. ഇനി വെർച്വൽ അഡ്മിഷൻ മുഖേന പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ സൗകര്യപ്രദമായ റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ താഴെ പറയുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അതിനു മുമ്പ് തന്നെ കീം 2020 പ്രോസ്പെക്ടസ് അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻ ചെയ്ത കോപ്പി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമം വഴി അയക്കുകയും ചെയ്യണം. വെർച്വൽ അഡ്മിഷൻ അനുവദിക്കുന്ന അപേക്ഷ വേണം, വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പിട്ടത് വേണം. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ് വേണം, TC ഒറിജിനൽ വേണം, ഒരു പകർപ്പും വേണം. സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ പിന്നീട് ഹാജരാക്കാമെന്നുള്ള നിശ്ചിത ഘടനയിലെ സാക്ഷ്യപത്രം വേണം. നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പിട്ട് വേണം. പിന്നെ അത് എങ്ങനെയാണ് അതിൻ്റെ ഫോർമാറ്റ് എന്നൊക്കെ അനുബന്ധ 2:1 കൊടുത്തിട്ടുണ്ട്. പിന്നെ വിദ്യാർത്ഥിയുടെ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ്, തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനൽ പകർപ്പാണ് കൊടുക്കേണ്ടത്. ഒറിജിനൽ പിന്നീട് പരിശോധനയ്ക്ക് ഹാജരാക്കാം. റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്നും അപേക്ഷയും TCയും ഒറിജിനൽ ലഭിച്ചതിനുള്ള രസീത് നൽകും. പിന്നെ പ്രവേശനം നൽകുന്ന സ്ഥാപനം വെർച്വൽ അഡ്മിഷനായുള്ള അപേക്ഷയും ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ച രേഖകളും പരിശോധിച്ച ശേഷം അർഹതയുള്ള വിദ്യാർത്ഥിക്ക് താൽക്കാലികമായി പ്രവേശനം നൽകുന്നതും ആ വിവരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ വിദ്യാർത്ഥിയെ അറിയിക്കുന്നതുമാണ്. അപ്പോൾ ഈ കേസ് ഇപ്പോൾ ആദ്യമായി അലോട്ട്മെൻറ്റ് കിട്ടിയ കാര്യമാണ് പറയുന്നത്. ഇനി അടുത്ത കേസ് നമുക്ക് നോക്കാം. കീമിൻ്റെ പരിധിയിലുള്ള എന്നാൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് പുറമേയുള്ള സ്ഥാപനത്തിൽ നേരത്തെയുള്ള അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയും സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇപ്പോൾ ആദ്യമായി അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്ത കുട്ടികളുടെ, അതായത് കീമിൻ്റെ പരിധി സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ ആദ്യം കിട്ടിയിട്ട് ഇപ്പോൾ ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ കുട്ടികളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. നേരത്തെയുള്ള അലോട്ട്മെൻറ്റിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ പുറമേയുള്ള സ്ഥാപനത്തിൽ സമർപ്പിച്ചുള്ള അസൽ രേഖകൾ തിരികെ മേടിക്കണം. TC ഉൾപ്പെടെയുള്ള എല്ലാ ഒറിജിനലും തിരികെ മേടിക്കണം. എന്നിട്ട് ഗഡി 1 പ്രതിപാദിച്ച പോലെ സാധാരണ രീതിയിലുള്ള പ്രവേശനം എടുക്കാർക്ക് അല്ലെങ്കിൽ വെർച്വൽ അഡ്മിഷൻ എടുക്കാം. പിന്നെ വെർച്വൽ അഡ്മിഷൻ മുഖേന പ്രവേശനം നേടണമെന്നുണ്ടെങ്കിൽ സൗകര്യപ്രദമായ റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ താഴെ പറയുന്ന രേഖകൾ സമർപ്പിക്കണം. അതിനു മുമ്പ് തന്നെ കീം 2020 പ്രോസ്പെക്ടസിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻ ചെയ്ത കോപ്പി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമം വഴി അയക്കുകയും വേണം. എന്തൊക്കെയാണ് അവർക്ക് വേണ്ട രേഖകളെന്ന് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വെർച്വൽ അഡ്മിഷൻ അനുവദിക്കാനുള്ള അപേക്ഷ, വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പിട്ടത്, അത് അനുബന്ധത്തിലുണ്ട്. നേരത്തെ പ്രവേശനം ലഭിച്ച സ്ഥാപനത്തിൽ ലഭിക്കുന്ന ട്രാൻസ്ഫർ ഫെസിലിറ്റേഷൻ സ്ലിപ്പ്, വിദ്യാർത്ഥിക്കുള്ള കോപ്പിയുടെ ഒറിജിനലോ പ്രിൻ്റ് ഔട്ടോ. പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ്, പിന്നെ TC ഒറിജിനലും പകർപ്പും, പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ പിന്നീട് ഹാജരാക്കണമെന്നുള്ള നിശ്ചിത ഘടനയിലുള്ള സാക്ഷ്യപത്രം, വിദ്യാർത്ഥിയും രക്ഷിതാവ് ഒപ്പിട്ടത് വേണം. പിന്നെ വിദ്യാർത്ഥിയുടെ തിരിച്ചറിയൽ രേഖയുടെ പകർപ്പ് വേണം. തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനൽ പരിശോധനയ്ക്ക് പിന്നീട് ഹാജരാക്കേണ്ടതാണ്. റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്നും അപേക്ഷയും TCയും ഒറിജിനൽ ലഭിച്ചതിനുള്ള രസീതും നൽകുന്നതാണ്. പ്രവേശനം നൽകേണ്ട സ്ഥാപനം വെർച്വൽ അഡ്മിഷനായുള്ള അപേക്ഷയും ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ച രേഖകളും പരിശോധിച്ച ശേഷം അർഹതയുള്ള വിദ്യാർത്ഥിക്ക് താൽക്കാലികമായി പ്രവേശനം നൽകുന്നതും ആ വിവരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ വിദ്യാർത്ഥിയെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കേസ് കഴിഞ്ഞു. ഇനി അടുത്തത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ നേരത്തെയുള്ള അലോട്ട്മെൻറ്റിൽ പ്രവേശനം ലഭിക്കുകയും ഇപ്പോഴത്തെ അലോട്ട്മെൻറ്റിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ കീഴിലുള്ള മറ്റൊരു സ്ഥാപനത്തിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾ. മുമ്പ് വേറൊരു കോളേജിൽ കിട്ടി, എയ്ഡഡ് ആയിട്ടുള്ള
ഇപ്പോൾ വേറൊരു എയ്ഡഡ് കോളേജിൽ കിട്ടി. അങ്ങനത്തെ കേസിലാണെങ്കിൽ വെർച്വൽ അഡ്മിഷൻ വഴി പ്രവേശനം നേടുന്നതിന് രണ്ടാം അലോട്ട്മെൻറ്റിൽ സാധാരണ രീതിയിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ അതേ സ്ഥാപനത്തിലും വെർച്വൽ അഡ്മിഷൻ രീതിയിലാണ് പ്രവേശനം നേടിയതെങ്കിൽ ആ ഘട്ടത്തിൽ ടി സി സമർപ്പിച്ച് റിപ്പോർട്ടിംഗ് സെൻറ്ററിലും ഹാജരായി താഴെ പറയുന്ന രേഖകൾ സമർപ്പിക്കേണ്ടതാണ്. അതിനു മുമ്പ് തന്നെ കീം 2020 പ്രോസ്പെക്ടസിൽ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും സ്കാൻ ചെയ്ത കോപ്പി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൻ്റെ വെബ്സൈറ്റിൽ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമം വഴി അറിയിക്കുകയും വേണം. ഏതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് പുതിയ സ്ഥാപനത്തിൽ വെർച്വൽ അഡ്മിഷൻ അനുവദിക്കാനുള്ള അപേക്ഷ, വിദ്യാർത്ഥി രക്ഷിതാവപ്പെട്ടത്, പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ്, സർട്ടിഫിക്കറ്റിൻ്റെ ഒറിജിനൽ, പിന്നീട് പുതിയ സ്ഥാപനത്തിൽ ഹാജരാക്കാമെന്നുള്ള നിശ്ചിത ഘടനയിലുള്ള സാക്ഷ്യപത്രം, വിദ്യാർത്ഥി രക്ഷിതാവ് ഒപ്പിട്ടതും കൂടി വേണം. റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്നും അപേക്ഷ ലഭിച്ചതിനുള്ള രസീതും നൽകുന്നതാണ്. പ്രവേശനം നൽകുന്ന സ്ഥാപനം വെർച്വൽ അഡ്മിഷനായുള്ള അപേക്ഷയും ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ച രേഖകളും പരിശോധിച്ച ശേഷം അർഹതയുള്ള വിദ്യാർത്ഥിക്ക് താൽക്കാലികമായി പ്രവേശനം നൽകുന്നതും ആ വിവരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ വിദ്യാർത്ഥിയെ അറിയിക്കുന്നതുമായിരിക്കും കേട്ടോ. ഇനി അടുത്ത കേസ് പറയുന്നത് സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ നേരത്തെയുള്ള അലോട്ട്മെൻറ്റ് പ്രവേശനം ലഭിക്കുകയും ഇപ്പോഴത്തെ അലോട്ട്മെൻറ്റിൽ അതേ സ്ഥാപനത്തിൽ പുതിയൊരു കോഴ്സിൽ അലോട്ട്മെൻറ്റ് ലഭിക്കും. അതായത് കോളേജ് മാറിയിട്ടില്ല, കോഴ്സ് മാത്രമേ മാറിയിട്ടുള്ളൂ. അങ്ങനത്തെ കേസാണെങ്കിൽ വെർച്വൽ അഡ്മിഷൻ വഴി പ്രവേശനം നേടുന്നതിന് രണ്ടാം അലോട്ട്മെൻറ്റിൽ സാധാരണ രീതിയിലാണ് അഡ്മിഷൻ എടുത്തതെങ്കിൽ അതേ സ്ഥാപനത്തിലും വെർച്വൽ അഡ്മിഷൻ രീതിയിലാണ് പ്രവേശനം നേടിയതെങ്കിൽ ആ ഘട്ടത്തിൽ ടി സി സമർപ്പിച്ച റിപ്പോർട്ടിംഗ് സെൻറ്ററിലും ഹാജരായി താഴെ പറയുന്ന രേഖ സമർപ്പിക്കണം. പുതിയ കോളേജിൽ അതായത് കോഴ്സിൽ വെർച്വൽ അഡ്മിഷൻ അനുവദിക്കുമ്പോഴുള്ള അപേക്ഷ, വിദ്യാർത്ഥി രക്ഷിതാവ് ഒപ്പിട്ടത്, പിന്നെ അലോട്ട്മെൻറ്റ് മെമ്മോയുടെ പകർപ്പ്, പിന്നെ റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്നും അപേക്ഷ ലഭിച്ചതിനുള്ള രസീത്, ഇത്രയും അവർ നൽകും. അപ്പോൾ പ്രവേശനം നൽകേണ്ട സ്ഥാപനം വെർച്വൽ അഡ്മിഷനായുള്ള അപേക്ഷയും ഇലക്ട്രോണിക് മാധ്യമം വഴി അയച്ച രേഖകളും പരിശോധിച്ച ശേഷം അർഹതയുള്ള വിദ്യാർത്ഥിക്ക് താൽക്കാലികമായി പ്രവേശനം നൽകുന്നതും ആ വിവരം ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ വിദ്യാർത്ഥിയെ അറിയിക്കുന്നതുമാണ്. ഇനി കുറേ പേർക്കുള്ള ഡൗട്ടാണ്, കുറേ പേർക്ക് ക്യാൻസൽ ചെയ്യണമെന്നുണ്ട് വേറെ കോളേജിലൊക്കെ കിട്ടിയവർക്ക്. അപ്പോൾ ലഭിച്ച പ്രവേശനം റദ്ദാക്കുന്നതിനും ടി സി തിരികെ വാങ്ങുന്നതിനും എന്തൊക്കെയാണ്? അഡ്മിഷൻ റദ്ദാക്കാനുള്ള അപേക്ഷ പ്രവേശനം നൽകിയ സ്ഥാപനം വെബ്സൈറ്റിലൂടെ സമർപ്പിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ആ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കുകയും ടി സി നൽകിയിരിക്കുന്ന സ്ഥാപനത്തിൽ സാധാരണ പ്രവേശനം ലഭിച്ച സ്ഥാപനത്തിലോ വെർച്വൽ അഡ്മിഷൻ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് സെൻറ്ററിലും ടി സി എവിടെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ നേരിട്ട് ഹാജരായി അഡ്മിഷൻ റദ്ദാക്കാനും ടി സി തിരികെ ലഭിക്കാനുമുള്ള അപേക്ഷ വിദ്യാർത്ഥി രക്ഷിതാവ് ഒപ്പിട്ട് നൽകുകയും വേണം. പ്രവേശനം റദ്ദാക്കുന്നതിൽ നടപടികൾ പൂർത്തിയാകുന്ന ക്രമത്തിൽ നൽകിയ ടി സി തിരികെ വാങ്ങി രസീത് നൽകേണ്ടതാണ്. കീം പരിധിക്ക് പുറത്തുള്ള ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശനം നേടുന്നതിന് വേണ്ടിയാണ് ലഭിച്ച പ്രവേശനം റദ്ദാക്കുന്നതെങ്കിൽ പ്രവേശനം റദ്ദാക്കാനുള്ള അപേക്ഷയോടൊപ്പം കീമിൽ തുടർന്നുള്ള ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടതില്ല എന്ന ഒരു അണ്ടർടേക്കിങ്ങും നൽകേണ്ടതാണ്. ഇപ്രകാരമുള്ള അപേക്ഷകൾ കീം വഴിയുള്ള പ്രവേശനം അവസാനിക്കുന്ന ദിവസം വരെ ടി സി സമർപ്പിച്ച് സ്ഥാപനത്തിൽ നൽകാവുന്നതാണ്. ഇനി കീം പരിധിക്കുള്ളിൽ വരുന്ന സ്ഥാപനങ്ങളിലേക്കാണ് പുതിയതായ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാറുകയാണെങ്കിൽ നേരത്തെ പ്രവേശനം ലഭിച്ച സ്ഥാപനത്തിൽ നിന്നും പുതിയ സ്ഥാപനത്തിലേക്ക് പ്രവേശനം ലഭിക്കുന്നതിനാവശ്യമായ ട്രാൻസ്ഫർ ഫെസിലിറ്റേഷൻ സ്ലിപ്പിൻ്റെ വിദ്യാർത്ഥിക്കുള്ള കോപ്പി തപാൽ മുഖേനയും അതിൻ്റെ സോഫ്റ്റ് കോപ്പി ഇമെയിൽ മുഖേനയും അയച്ചു തരുന്നതാണ്. TFS ഇമെയിൽ മുഖേന ലഭിച്ചിട്ടില്ലെങ്കിൽ പ്രവേശനം ലഭിച്ച സ്ഥാപനവുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്തത് പ്രവേശനം ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കുന്നതിനും ടി സി തിരികെ വാങ്ങുന്നതിനും കീമിൻ്റെ പരിധിക്ക് പുറത്തുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനായി എങ്ങനെയാണെന്ന് നോക്കാം. ഇനി കീമിൽ സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറിന് കീഴിലല്ലാത്ത സ്ഥാപനത്തിലേക്ക് പ്രവേശനത്തിനായി ടി സി തിരികെ ആവശ്യമാണെങ്കിൽ അപേക്ഷയോടൊപ്പം പ്രവേശനം ലഭിച്ച സ്ഥാപനം നൽകിയ TFSൻ്റെ കോപ്പി കൂടി ടി സി സമർപ്പിച്ച റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ സമർപ്പിക്കേണ്ടതാണ്. അഡ്മിഷൻ റദ്ദാക്കുന്നതിനുള്ള അപേക്ഷ പ്രവേശനം നൽകിയ സ്ഥാപനം വെബ്സൈറ്റിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ആ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കണം. പിന്നെ ടി സി നൽകിയിരിക്കുന്ന സ്ഥാപനത്തിൽ സാധാരണ പ്രവേശനം ലഭിച്ച സ്ഥാപനത്തിലോ വെർച്വൽ അഡ്മിഷൻ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് സെൻറ്ററിലോ നേരിട്ട് ഹാജരായി താഴെ പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊടുക്കണം. വിദ്യാർത്ഥിയും രക്ഷിതാവും ഒപ്പിട്ട അഡ്മിഷൻ റദ്ദാക്കണമെന്നും ടി സി തിരികെ നൽകുന്നതിനുള്ള അപേക്ഷ അതനുബന്ധം 2 പറയുന്നുണ്ട്. പിന്നെ ടി സി സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്ന് കൊടുത്ത രസീതിൻ്റെ ഒറിജിനൽ വേണം. പിന്നെ കീമിൽ തുടർന്നുള്ള ഓപ്ഷനുകളിൽ പരിഗണിക്കപ്പെടേണ്ടതില്ല എന്നുള്ള നിശ്ചിത ഘടനയിലെ സാക്ഷ്യപത്രം വിദ്യാർത്ഥി രക്ഷിതാവ് ഒപ്പിട്ടത് വേണം. പിന്നെ ടി സി ഒറിജിനൽ തിരികെ ലഭിക്കുമ്പോൾ അവ തിരികെ ലഭിച്ചതായുള്ള രസീത് അത് അനുബന്ധം 2-4 വിദ്യാർത്ഥി നൽകേണ്ടതാണ്.
ഇനി കീമിൻ്റെ പരിധിയിലുള്ള സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൻ്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ പ്രവേശനത്തിനായി രണ്ടാം ഘട്ടത്തിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജിൽ ലഭിച്ച അഡ്മിഷൻ റദ്ദാക്കുന്നതിനും ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് തിരികെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അഡ്മിഷൻ റദ്ദാക്കുന്നതിനുള്ള അപേക്ഷ പ്രവേശനം നൽകിയ സ്ഥാപനം വെബ്സൈറ്റിലൂടെ നിർദ്ദേശിച്ചിരിക്കുന്ന വിധത്തിൽ ഇലക്ട്രോണിക് മാധ്യമത്തിലൂടെ ആ സ്ഥാപനത്തിന് അയച്ചു കൊടുക്കണം. ഈ സ്ഥാപനം ഇലക്ട്രോണിക് മാധ്യമം വഴി തിരിച്ചു തരുന്ന TFSൻ്റെ പ്രിൻ്റ് കരുതി വെക്കണം. അതിനുശേഷം TC നൽകിയിരിക്കുന്ന സ്ഥാപനത്തിൽ സാധാരണ പ്രവേശനം ലഭിച്ച സ്ഥാപനത്തിലോ വെർച്വൽ ഇതാണെങ്കിൽ അങ്ങനെ വിദ്യാർത്ഥി പോയിട്ട് താഴെ പറയുന്നത് നൽകണം. വിദ്യാർത്ഥി രക്ഷിതാവപ്പെട്ട രണ്ടാം ഘട്ടത്തിൽ പ്രവേശനം ലഭിച്ച കോളേജിലെ അഡ്മിഷൻ റദ്ദാക്കണമെന്നും TC തിരികെ നൽകുന്നതിനുള്ള അപേക്ഷ അനുബന്ധം 2-3 അത് പറയുന്നുണ്ട്. പിന്നെ TC സമർപ്പിക്കുമ്പോൾ റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ നിന്നും കൊടുത്ത രസീതിൻ്റെ ഒറിജിനൽ, പിന്നെ നേരത്തെ പ്രവേശനം നേടിയ സ്ഥാപനത്തിൽ നിന്ന് ലഭിച്ച TFSൻ്റെ പകർപ്പ്, പിന്നെ TC ഒറിജിനൽ തിരികെ ലഭിക്കുമ്പോൾ അവ തിരികെ ലഭിച്ചതായുള്ള രസീത് വിദ്യാർത്ഥി നൽകേണ്ടതാണ്. ഇനി അടുത്തതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് പകരം ഒരു വ്യക്തിയെ പ്രവേശനം ലഭിക്കേണ്ട കോളേജിലോ റിപ്പോർട്ടിംഗ് സെൻറ്ററിലോ നടപടിക്കായി ചുമതലപ്പെടുത്തുകയാണ്. അതായത് നേരിട്ട് പോകാൻ പറ്റുന്നില്ല, വേറൊരാൾ വഴിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥിക്ക് പകരം ഒരു വ്യക്തിയെ പ്രവേശനം ലഭിക്കേണ്ട കോളേജിലോ റിപ്പോർട്ടിംഗ് സെൻറ്ററിലോ പ്രവേശന നടപടിക്കായി ചുമതലപ്പെടുത്തുകയാണെങ്കിൽ വിദ്യാർത്ഥിക്ക് പകരം ഹാജരാകുന്ന വ്യക്തിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്ന സാക്ഷ്യപത്രം കീം 2020 പ്രോസ്പെക്ടസിൽ നൽകിയിരിക്കുന്ന ഓതറൈസേഷൻ ലെറ്റർ അനക്സർ 14 ഉണ്ട്. ഒരു ഫോട്ടോ കോപ്പി സഹിതം പകരം വരുന്ന വ്യക്തിയുടെ കൈവശം കൊടുത്തുവിടേണ്ടതാണ്. പകരം വരുന്ന വ്യക്തിയുടെ കൈവശം അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ രേഖയുടെ തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനൽ ഉണ്ടായിരിക്കേണ്ടതാണ്. ഓതറൈസേഷൻ ലെറ്റർ അതായത് തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനൽ പരിശോധനയ്ക്ക് ശേഷം തിരികെ നൽകും. ഇനി റിപ്പോർട്ടിംഗ് സെൻറ്ററിൽ അപേക്ഷയുടെയും അണ്ടർടേക്കിങ്ങിൻ്റെയും രസീതിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ടായിരിക്കും. വിദ്യാർത്ഥിയും രക്ഷിതാവും അവിടെ എത്തി ഒപ്പിട്ട് നൽകിയ മതിയാവും. ഇനി ആ റിപ്പോർട്ടിംഗ് സെൻറ്ററുകൾ മുമ്പൊക്കെ കാണിച്ചിരിക്കുന്നതാണ്. എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളും അവരുടെയൊക്കെ ഫോൺ നമ്പറും ഇമെയിൽ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വരുന്നത് കുറച്ച് പോളിടെക്നിക്സ് ആണ്. 5 പോളിടെക്നിക്സ് ഉണ്ട്. ഇതാണ് വെർച്വൽ സെൻറ്റേഴ്സ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞ അണ്ടർടേക്കിങ്സ് ആണ് കേട്ടോ. ഇത് വെർച്വൽ അഡ്മിഷൻ ആൻഡ് അണ്ടർടേക്കിങ്ങിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ട ഇതാണ് നെക്സ്റ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അണ്ടർടേക്കിംഗ് ബൈ ദ കാൻഡിഡേറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പ്രിൻ്റ് എടുത്തിട്ട് ഇത് ഫില്ല് ചെയ്ത് കൊണ്ടുപോയാൽ മതി. പിന്നെ ഫോർമാറ്റ് ഫോർ ദ ക്യാൻസലേഷൻ ഓഫ് അഡ്മിഷൻ ആൻഡ് റിട്ടേൺ ഓഫ് TC ആൻഡ് അണ്ടർടേക്കിംഗ് ഇൻ കേസ് ഓഫ് വിത്ഡ്രോവൽ ഫ്രം കീം അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് മൊത്തം പോവുകയാണെങ്കിൽ ഇത് കൊടുക്കണം. പിന്നെ ഫോർമാറ്റ് ഓഫ് ദ റിക്വസ്റ്റ് ഓഫ് ക്യാൻസലേഷൻ ആൻഡ് റിട്ടേൺ ഓഫ് TC ഫോർ ഗെറ്റിംഗ് അഡ്മിഷൻ അനദർ അലോട്ടഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ കീമിൽ തന്നെ വേറൊരു ഇതിലാണെങ്കിൽ പോകുന്നതെങ്കിൽ വേണ്ട അണ്ടർടേക്കിംഗ് ആണിത്. പിന്നെ അടുത്തത് ഫോർമാറ്റ് ഓഫ് ദ റെസിപ്റ്റ് ടു ബി സബ്മിറ്റ് ആൻഡ് റിട്ടേണിങ്. TC കിട്ടുമ്പോൾ നമ്മൾ തിരികെ നമുക്ക് TC കിട്ടിയെന്ന് പറഞ്ഞ് കൊടുക്കുന്ന റെസിപ്റ്റ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഫ്രണ്ട്സ്. കുറേ ഉണ്ട് കാര്യങ്ങൾ. നിങ്ങൾ കാണുമ്പോൾ ടെൻഷൻ ആവേണ്ട, കൂളായിട്ട് നോക്കിയാൽ മതി. ഒന്നും കൂടി നിങ്ങൾക്ക് ഏതാണോ ബാധകം അത് നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും വേണ്ട പോലൊക്കെ കാര്യങ്ങൾ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഹെൽപ്പ് ചെയ്യാം. പിന്നെ പുതിയ അപ്ഡേറ്റൊക്കെ എന്തെങ്കിലും എന്തായാലും വരാം വീഡിയോ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഫ്രണ്ട്സ്. അതുവരേക്കും ബൈ.